നമസ്കാരം. വയനാട്ടിലെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലുണ്ടാക്കിയത് ജലബോംബാണ്. തുടർച്ചയായ മഴയിൽ പാറക്കെട്ടുകൾ തകർന്ന് തെറിച്ചതാണ് വൻ ദുരന്തത്തിന് കാരണമായത്. ചാർണോക്കാറ്റ് വിഭാഗത്തിലുള്ള പാറകളാണ് പ്രദേശത്തെ കുന്നുകളിലുള്ളത്. തുടർച്ചയായ മഴയിൽ പാറയിലെ വിടവുകളിലൂടെ വെള്ളം നിറഞ്ഞു. അവസാനം 2 ദിവസം 60 സെന്റിമീറ്ററോളം മഴ പെയ്തതോടെ പാറക്കുള്ളിൽ സംഭരിക്കാവുന്ന വെള്ളത്തിന്റെ പരിധി കവിയുകയും പൊട്ടി ഒഴുകുകയുമാണ് ഉണ്ടായത്. ജലബോംബിന് സമാനമാണിത്. സ്ഫോടനത്തിന് തുല്യമായ അവസ്ഥയാണിത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടേതാണ് ഈ വെളിപ്പെടുത്തൽ. കൂറ്റൻ പാറക്കെട്ടുകൾ തകർന്നു തെറിച്ചത് ആഘാതം കൂട്ടി. കടുത്ത സമ്മർദ്ദത്തിൽ കൂറ്റൻ പാറകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. കിലോമീറ്ററുകളോളം ദൂരത്തിൽ വെള്ളത്തോടൊപ്പം പാറക്കഷ്ണങ്ങളും തെറിച്ചു വീണു ഒഴുകിയതാണ് ആഘാതം പല മടങ്ങ് വർദ്ധിപ്പിച്ചതെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കേരള ഘടകം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ വി അമ്പിളി പറഞ്ഞു. കേരളത്തിലെ ഉരുൾപൊട്ടൽ സാധ്യത മനസ്സിലാക്കി മുൻകരുതലെടുക്കാൻ GSI തയ്യാറാക്കിയ മൊബൈൽ ആപ്പും വെബ്സൈറ്റും ജനങ്ങൾക്ക് ഉടൻ ലഭ്യമാക്കും. കഴിഞ്ഞ 19-ന് ഉദ്ഘാടനം ചെയ്ത ആപ്പ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരാഴ്ചക്കുള്ളിൽ ഉപയോഗസജ്ജമാക്കുമെന്ന് ഡോക്ടർ അമ്പിളി പറഞ്ഞു. ലാൻഡ്സ്ലൈഡ് സസ്പെക്ടബിലിറ്റി മാപ്പ് എന്നാണ് പേര്. മുന്നറിയിപ്പ് അനുസരിച്ച് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഈ സംവിധാനം ഉപകരിക്കും. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വയനാട്ടിൽ ഗ്രീൻ അലർട്ട് ആയിരുന്നു ഉരുൾപൊട്ടൽ മേഖലയ്ക്ക് നൽകിയിരുന്നത്. കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം അനുസരിച്ചാണ് 30-ന് ഗ്രീൻ അലർട്ട് നൽകുന്നത്. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങൾക്ക് റെഡ് അലർട്ടിന്റെ ഭാഗമായി ഭൂപടത്തിൽ ചുവന്ന അടയാളമാണ് നൽകാറുള്ളത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയെ സംബന്ധിച്ച് വയനാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നൽകിയിരുന്നത്. 24 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് നൽകാറുള്ളത്. പ്രവചനങ്ങൾ മറികടന്ന് ചൂരൽമലയും മുണ്ടക്കയും ഉൾപ്പെടുന്ന പ്രദേശത്ത് 37 സെന്റിമീറ്ററിൽ കൂടുതൽ മഴ ലഭിച്ചത് ദുരന്ത കാരണമായെന്നാണ് GSI പറയുന്നത്. ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുമ്പോൾ വിദഗ്ധ സംഘങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കാതെ കേരളം പൂഴ്ത്തിവെക്കുകയാണ് പതിവ്. പൂഴ്ത്തുന്നത് കേരളത്തിലെ പതിവ്. കവളപ്പാറയിലും പുത്തൂർ മലയിലും ഉണ്ടായ ദുരന്തത്തിന് ശേഷം യുണിസെഫ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി സംഘം നൽകിയ റിപ്പോർട്ടിലെ ശുപാർശകൾ ഒന്നും നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. ഭൂവിനിയോഗത്തിന് സമഗ്ര നയം രൂപപ്പെടുത്തി നടപ്പാക്കുക, പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കി അതിവേഗത്തിൽ പ്രവർത്തിക്കാൻ ജനങ്ങൾക്ക് പരിശീലനം നൽകുക എന്നിവയായിരുന്നു വിദഗ്ധ സംഘങ്ങൾ നൽകിയിരുന്ന നിർദ്ദേശങ്ങൾ. കവളപ്പാറയിൽ ദുരന്തമുണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് കന്നുകാലികളും നായ്ക്കളും അസ്വാഭാവികമായി പെരുമാറിയിരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയായിരുന്നു ഈ നിർദ്ദേശങ്ങൾ വെച്ചിരുന്നത്. അന്ന് ഉരുൾപൊട്ടലിന് മുമ്പ് കന്നുകാലികൾ ഉച്ചത്തിൽ കരയുകയും നായ്ക്കൾ ഓരിയിടുകയും ചെയ്തിരുന്നു. തുടർന്നാണ് ചെറിയ കല്ലുകളോടൊപ്പം ആദ്യത്തെ ജലപ്രവാഹം ഉണ്ടാകുന്നത്. ദുരന്തത്തിൽ ഒരു നായയുടെ ജഡം മാത്രമാണ് കിട്ടിയിരുന്നത്. മറ്റു നായ്ക്കളെല്ലാം ഓടി രക്ഷപ്പെടുകയായിരുന്നു. പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുന്നോടിയായി മൃഗങ്ങളുടെ മുന്നറിയിപ്പുകൾ രേഖപ്പെടുത്തുകയും ജനങ്ങൾക്ക് പരിശീലനം നൽകുമ്പോൾ പരിചയപ്പെടുത്തുകയും ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. ദുരന്തമുണ്ടായ മേഖലകളിൽ സ്മാരകം നിർമ്മിക്കണം. അത് ഒരു ഓർമ്മപ്പെടുത്തലായി ഭാവിയിൽ മുൻകരുതൽ എന്നോണം സഹായകരമാവും. 1984-ൽ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 15 ജീവനുകളാണ് നഷ്ടമാകുന്നത്. മണ്ണിടഞ്ഞും റോഡ് തകർന്നും യാത്രാ സൗകര്യങ്ങളില്ലാതെ അന്നും രക്ഷാപ്രവർത്തനം വിഷമകരമാക്കിയിരുന്നു. കാണാതായവരുടെ കൃത്യമായ കണക്ക് 40 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അധികൃതരുടെ കൈവശമില്ല. അക്കാലത്ത് ഗോത്രവിഭാഗക്കാരാണ് പ്രദേശത്ത് കൂടുതലായി താമസിച്ചിരുന്നത്. മരിച്ചവരിൽ 11 പേരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. പിന്നീടും പലതവണ അവിടെ ഉരുൾപൊട്ടലുണ്ടായി. 2018-19 പ്രളയകാലങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പാച്ചിലും ഉണ്ടായി. 2019-ൽ വൻ ഉരുൾപൊട്ടലുണ്ടായ പുത്തുമലയിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കൈയുള്ളത്. 2020 ഓഗസ്റ്റ് 8-ൽ മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൽ 2 വീടുകൾ തകർന്നു. അന്ന് സമീപവാസികളെ നേരത്തെ ഒഴിപ്പിച്ചതിനാൽ ജീവഹാനി മാത്രം ഉണ്ടായില്ല. വനത്തിൽ ഉരുൾപൊട്ടി റാണിമലയിലൂടെ ഒഴുകി വന്ന കല്ലുകളും മരങ്ങളും പുഴയിലെത്തി. മരങ്ങൾ ഒഴുക്കിന് തടസ്സമായതോടെ പുഴ ഗതിമാറി ഒഴുകി. 2019 ഓഗസ്റ്റ് 8-ന്
പുത്തുമലയിൽ ഉരുൾപൊട്ടിയപ്പോഴാണ് ആദ്യമായി ചൂരൽമല പാലത്തിന് മുകളിലൂടെ പുഴ കവിഞ്ഞൊഴുകിയത്. ഗതിമാറിയ പുഴ വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലൂടെ ഒഴുകിയപ്പോൾ സ്കൂൾ കെട്ടിടത്തിന്റെ പകുതിയും മുങ്ങിപ്പോയി. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന റോഡിൽ 15 സ്ഥലങ്ങളിൽ അന്ന് മണ്ണിടിഞ്ഞു. പുത്തുമല ദുരന്തത്തിന് 5 വർഷം തികയാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെയാണ് ചൂരൽമലയിലെ 2024 പുതിയ ദുരന്തമുണ്ടാകുന്നത്. നന്ദി.